നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 മെയ് 28 നറുക്കെടുക്കുന്ന 12 കോടിയുടെ വിഷു ബമ്പർ ഏത് രാശിക്ക് എന്നുള്ളതാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ രാശിയൊക്കെ പറയുന്നതിന് മുമ്പ് ന്യൂമറോളജി, സംഖ്യാശാസ്ത്രം ഒന്ന് പരിശോധിക്കാം. അന്നത്തെ ദിവസം 28/5/2025. അപ്പോൾ 6 അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യസംഖ്യ. 6, 1, 8, 2, 5, 9. ഒന്നും കൂടെ പറയാം. 6, 1, 8, 2, 5, 9. ഈ നമ്പറുകളുള്ള ടിക്കറ്റുകൾക്ക് കൂടുതൽ സാധ്യതയാണ്. പിന്നെ തുടക്കവും അവസാനവും 6 വരുന്നത് സാധ്യതയുണ്ട്. പിന്നെ ഈ 6 നമ്പറുകളിൽ 5198 ഞങ്ങൾ എപ്പോഴും പറയുന്ന നമ്പറാണ്. അതിൻ്റെ 24 കോമ്പിനേഷൻ 5198, 5189, 5819, അങ്ങനെ 24 കോമ്പിനേഷൻ. ഇത് കൂടാതെ നിരവധി നമ്പറുകൾ ഞങ്ങൾ പറയാറുണ്ട്. ഈ നമ്പറുകളുടെ കൂടിച്ചേരലുകൾ ചേരുമ്പോൾ ഭാഗ്യം കൂടുന്ന കുറേ നമ്പറുകളുണ്ട്. അത് ഞങ്ങൾ സ്ഥിരം പറയുന്നതാണ്. അത് കുറച്ച് നമ്പറുകൾ പറയാം. കുറേ ഉണ്ട്. 5193, അതിൻ്റെ 24 കോമ്പിനേഷൻ. പക്ഷെ ഇവിടെ 3 വരുന്നില്ല. ഈ ഭാഗ്യസംഖ്യകൾ ഞാൻ പറഞ്ഞതിൽ. പക്ഷേ 5198 വരുന്നുണ്ട്. അതുപോലെ തന്നെ 7219, അതുപോലെ തന്നെ 1963, 3029, 4038. ഇതിൻ്റെയൊക്കെ 24 കോമ്പിനേഷൻ നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ അന്നത്തെ ദിവസം മെയ് 28 ഉച്ചയ്ക്ക് 2 മണിക്കാണ്, 2 PM നറുക്കെടുക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രത്യേകതയുള്ളത്, മെയ് 28 ഈ 2 മണിക്ക് ടിക്കറ്റ് നറുക്കെടുക്കുമ്പോൾ ചന്ദ്രൻ മിഥുനത്തിലാണ് നിൽക്കുന്നത്, മിഥുനം രാശിയിലാണ് നിൽക്കുന്നത്. അതായത് മെയ് 28 ഉച്ചയ്ക്ക് 1:36 PM ചന്ദ്രൻ ഇടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോഴത്തേക്ക് വലിയ മാറ്റമാണ് വരുന്നത്. ഇതിൽ 12 രാശികളിൽ ശരിക്കും സാധ്യതയുള്ളത് 4 രാശിക്കാർക്കാണ് ഞങ്ങൾ സാധ്യത കൽപ്പിച്ചിരിക്കുന്നതെങ്കിലും 3ഉം 4ഉം സ്ഥാനം കിട്ടുന്ന രാശിക്കാരെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല. വെറുതെ ഒരു മോഹം, ഈ ആശ കൊടുത്താലും ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ 2 രാശിക്കാരെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല. 2 രാശിക്കാരെ കുറിച്ച് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഇടയ്ക്കൊരു ബോറടിപ്പിക്കുന്ന കാര്യം പറയാം. ഈ ജ്യോതിഷമൊക്കെ പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ഈ ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും ചിലപ്പോൾ ഒരു 1-2% ഫലപ്രാപ്തി കുറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാകത്തില്ല, 12 കോടിയുടെ ടിക്കറ്റ് ചിലപ്പോൾ 2-3 നമ്പറിന് ചിലപ്പോൾ മാറിപ്പോയെന്നും വരാം, ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ. ഇത്ര കടുപ്പിച്ച് പറയണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയിൽ ദക്ഷിണ, അത് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. പണമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബുകാർ നമുക്കിട്ട് പണി തരും. അപ്പോൾ പണമായിട്ട് ഞങ്ങൾ ദക്ഷിണ ചോദിക്കുന്നില്ല. അതിന് പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇവ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക.
അപ്പോൾ കാര്യത്തിലോട്ട് കടക്കാം. അതായത് ശരിക്കും 4 രാശിക്കാരൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ 3ഉം 4 സ്ഥാനത്തിൽ നിൽക്കുന്ന രാശിക്കാർക്ക് ഉള്ള കുറവ് ഞങ്ങൾ കാണുന്നത് 5 ഗ്രഹങ്ങൾ വീതം അവർക്ക് അനുകൂലമായിട്ടുണ്ട്. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഈ പറഞ്ഞ ശനിയും ചൊവ്വയും പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ഈ പറഞ്ഞ 3ഉം 4ഉം സ്ഥാനം കിട്ടുന്ന രാശിക്കാർക്ക്. അതേസമയം 1ഉം 2ഉം സ്ഥാനങ്ങൾ കിട്ടുന്ന രാശിക്കാരുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 രാശിക്കാരും തമ്മിൽ ഭയങ്കര മത്സരമാണ് 1ാം സ്ഥാനത്തിന് വേണ്ടി. അതായത് ഞങ്ങൾക്ക് ഇത് വിശകലനം ചെയ്തിട്ട് ഞങ്ങൾക്ക് വളരെയധികം കൺഫ്യൂഷൻ നേരിടേണ്ടി വന്നു ഈ 1ാം സ്ഥാനക്കാരെ കണ്ടുപിടിക്കാൻ. കാരണം 2നും ഏതാണ്ട് തുല്യമായിട്ടുള്ള സാധ്യതയാണ് ഉള്ളത്. എങ്കിലും ഞങ്ങൾ ഒരു രാശിക്കാർക്ക് 1ാം സ്ഥാനം തന്നെ ഞങ്ങൾ നൽകുന്നു, വെളിച്ചം ചാനൽ നൽകുന്നു. അതിപ്പോൾ 2ാം സ്ഥാനം ഞങ്ങൾ കൊടുക്കുന്ന രാശിക്ക് 7 ഗ്രഹങ്ങൾ അനുകൂലമാണ്. അതുമാത്രമല്ല, ചന്ദ്രനും വ്യാഴവും മിഥുനം രാശിയിൽ നിൽക്കുകയാണ് ഈ നറുക്കെടുപ്പ് സമയത്ത്. അത് കൂടിച്ചേർന്ന ഗജകേസരി യോഗം വരുന്നു. ഈ 2ാം സ്ഥാനം ഞങ്ങൾ നൽകുന്ന രാശിക്ക് 7ാം ഭാവത്തിൽ വ്യാഴവും ചന്ദ്രനും അനുകൂലമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ അവർക്കൊരു കുഴപ്പമുണ്ട്, ശനി അനുകൂലമല്ല. അതുമാത്രമല്ല, ചൊവ്വയും പ്രതികൂലമാണ്. ശനി കണ്ടക ശനിയാണ്. അതായത് 7 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ടുണ്ട്. അതായത് സർപ്പം, രാഹു, കേതു, ശുക്രൻ, സൂര്യൻ, ബുധൻ, ചന്ദ്രൻ, വ്യാഴം എന്നിങ്ങനെ 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി കണ്ടകശനിയാണ്, ചൊവ്വ അഷ്ടമത്തിലുമാണ്. 2 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഞങ്ങൾ 2ാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്തുന്നത്. ഇപ്പോൾ വെളിച്ചം ചാനലിൻ്റെ ഒരു വിശകലനത്തിൽ രാഹു അഥവാ സർപ്പമാണ് ഈ ലോട്ടറിയിലും മറ്റും ഭാഗ്യം കൊണ്ടുവരുന്നതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ചില ജ്യോത്സ്യന്മാർ അങ്ങനെ പറയാറില്ല. എന്തായാലും ഞങ്ങളുടെ വിലയിരുത്തൽ ഇതാണ്. ഇപ്പോൾ ഈ 2ാം സ്ഥാനം നൽകുന്ന രാശിക്കാർക്ക് രാഹുവും കേതുവും ഒക്കെ അനുകൂലമാണ്, വ്യാഴവും അനുകൂലമാണ്. പക്ഷേ അവർക്ക് കണ്ടകശനിയാണ്, അഷ്ടമത്തിൽ ചൊവ്വയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് 2ാം സ്ഥാനം നൽകുന്നു. ആ രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ഈ ധനുരാശിക്ക് മെയ് 28-ന് നറുക്കെടുക്കുന്ന സമയത്ത് രാഹു, കേതു, ശുക്രൻ, സൂര്യൻ, ബുധൻ, ചന്ദ്രൻ, വ്യാഴം എന്നിങ്ങനെ 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിന്നിട്ട് ഞങ്ങൾ അവർക്ക് 2ാം സ്ഥാനമാണ് കൊടുക്കുന്നത്. കാരണം എന്ന് പറയുന്നത് ശനിയുടെ ഒരു പ്രതികൂലാവസ്ഥ, അതുകൊണ്ടും പിന്നെ ചൊവ്വയും പ്രതികൂലമാണ്, അതും അഷ്ടമത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് 2 വന്നതുകൊണ്ടാണ് അവർക്ക് 2ാം സ്ഥാനം നൽകുന്നത്. 1ാം സ്ഥാനം ഞങ്ങൾ നൽകുന്നത് 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുള്ള രാശിക്കാണ്. എന്ന് പറയുമ്പോൾ ധനുരാശിക്ക് 7 ഗ്രഹങ്ങൾ അനുകൂലമാണ്. പക്ഷേ ഇവർക്ക് 6 ഗ്രഹങ്ങളെ അനുകൂലമായിട്ടുള്ളൂ. എങ്കിലും ശനിയും വ്യാഴവും രാഹുവും കേതുവും ചൊവ്വയും ബുധനും ഒക്കെ അനുകൂലമാണ്. 6 ഗ്രഹങ്ങളാണ് അനുകൂലമായിട്ടുള്ളത്. അതായത് ഏറ്റവും ശക്തമായിട്ടുള്ള ശനിയും വ്യാഴവും ഇവർക്ക് ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്നു. അതേസമയം ധനുരാശിക്ക് വ്യാഴം അനുകൂലമാണെങ്കിലും 7ാം ഭാവത്തിൽ വ്യാഴം അനുകൂലം, അത് തന്നെ ഗജകേസരി യോഗത്തോടു കൂടി നിൽക്കുന്ന ചന്ദ്രനും വ്യാഴവുമാണ് അവർക്ക് 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. പക്ഷേ
എന്നിട്ട് പോലും ഞങ്ങൾ ഈ പറഞ്ഞ ഒന്നാം സ്ഥാനക്കാർക്ക് രാശിക്ക് സാധ്യത ഒന്നാം നമ്പർ ഞങ്ങൾ കൊടുക്കുന്നത് ഇവർക്ക് ശനി, വ്യാഴം, ചൊവ്വ, രാഹു, കേതു, പിന്നെ ബുധനും ഇവർക്ക് അനുകൂലമാണ്. 6 ഗ്രഹങ്ങളെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളൂ. പിന്നെ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് സൂര്യൻ മാത്രമാണ്. ഓക്കെ, അഷ്ടമത്തിലാണ് ഇവർക്ക്. ഈ ഒന്നാം സ്ഥാനം ഞങ്ങൾ നൽകുന്ന രാശിക്ക് സൂര്യൻ മാത്രമാണ് പ്രതികൂലം, ഡയറക്റ്റായിട്ട് അഷ്ടമത്തിലാണ്. അതുപോലെ തന്നെ ശുക്രൻ അനുകൂലമല്ല, അതൊരു വലിയ പ്രശ്നമാണ്. ചന്ദ്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്, അത് ഗുണദോഷ സമ്മിശ്രമാണ്. പിന്നെ ശുക്രൻ ഈ പറഞ്ഞ പോലെ ഒരു ശുഭഗ്രഹമാണ്, അതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും വരില്ല. അത് മാത്രമല്ല, ശുക്രൻ നിൽക്കുന്നത് മീനൻ രാശിയിൽ ഉച്ചരാശിയിലാണ് ശുക്രൻ്റെ. അപ്പോൾ അതും ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ അത് ചന്ദ്രനും ശുക്രനും ഗുണദോഷ സമ്മിശ്രവും 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലവും പിന്നെ പ്രതികൂലമെന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു ഗ്രഹമുള്ളവർക്ക് സൂര്യൻ അഷ്ടമത്തിലാണ് ആ ദിവസം. ഓക്കെ, അതേസമയം ഞങ്ങൾ ഇവർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന കാരണം എന്ന് പറയുന്നത് ഈ ഊഹക്കച്ചവടങ്ങളിലൊക്കെ ഭാഗ്യം കൊണ്ടുവരുന്ന സർപ്പം അഥവാ രാഹു ഇവർക്ക് അനുകൂലമാണ്. കേതു അഥവാ ശിഖി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. ശനി 6ാം ഭാവത്തിൽ അത്യധികം അനുകൂലമായിട്ട് നിൽക്കുന്നു. ബുധൻ 8ാം ഭാവത്തിൽ സൂര്യനോടൊപ്പം ബുധൻ നിൽക്കുന്നു. പിന്നെ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം, ചന്ദ്രൻ ഇവ ഗജകേസരി യോഗം രൂപീകരിക്കുന്നു. 10ാം ഭാവത്തിൽ ചൊവ്വ അനുകൂലമായിട്ട്, നീചരാശിയിലാണെങ്കിലും അനുകൂലമായിട്ട് ഇവർക്ക് നിൽക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളവർക്ക് ഒന്നാം സ്ഥാനം നൽകുന്നത്. അപ്പോൾ 2025 മെയ് 28 ഉച്ചയ്ക്ക് 2 PM ചന്ദ്രൻ മിഥുനത്തിൽ നിൽക്കുമ്പോൾ നറുക്കെടുക്കുന്ന വിഷു ബമ്പറിന് അത് അടിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ തുലാം രാശിക്കാണ്. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അന്നത്തെ ദിവസം ഈ നറുക്കെടുക്കുന്ന സമയത്ത് രാഹു, ശനി, വ്യാഴം, ചൊവ്വ ഈ 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതുകൂടാതെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് കേതു അഥവാ ശിഖി നിൽപ്പുണ്ട്. പിന്നെ ബുധനും അഷ്ടമത്തിൽ അനുകൂലമാണ്. അപ്പോൾ ഇത്തവണത്തെ വിഷു ബമ്പർ അടിക്കാനുള്ള സാധ്യത 2 രാശിക്കാർക്കാണ്. അതിൽ തന്നെ ഞങ്ങൾ ഒന്നാം സ്ഥാനം നൽകുന്നത് തുലാം രാശിക്കാണ്, 2ാം സ്ഥാനം നൽകുന്നത് ധനുരാശിക്കാണ്. ഈ 2 രാശിക്കാർക്കും തുല്യ സാധ്യതയാണ് യഥാർത്ഥത്തിലുള്ളത്. എങ്കിലും ഞങ്ങൾ ഈ പ്രധാനപ്പെട്ട പാപഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുകയും എന്നാൽ പ്രതികൂലമായിട്ട് ഒരു ഗ്രഹം മാത്രമേ ഇവർക്കുള്ളൂ, തുലാം രാശിക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നാം സ്ഥാനം തുലാം രാശിക്കാർക്ക് കൊടുക്കുന്നത്. എന്തായാലും തുലാം രാശിക്കാർക്കും ധനുരാശിക്കാർക്കും സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ രാശി ഇത് രണ്ടും അല്ലെങ്കിൽ പോലും നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ വീട്ടിൽ, കുടുംബത്തിൽ നിങ്ങളോടൊപ്പം താമസിക്കുന്ന ആരെങ്കിലും ഒരാൾ, ഒരു കുടുംബാംഗത്തിൻ്റെ രാശി തുലാം രാശിയോ ധനുരാശിയോ ആണെങ്കിൽ നിങ്ങൾക്കും ധൈര്യമായിട്ട് ഒരു 300 രൂപ ചിലവാക്കി ടിക്കറ്റ് എടുക്കാവുന്നതാണ്. എന്തായാലും ഇവർക്ക് മാത്രമല്ല, ഈ 2 രാശിക്കാർക്ക് മാത്രമല്ല 12 രാശിക്കാർക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും
സമ്പൽ സമൃദ്ധിയും സർവസൗഭാഗ്യവും അതുപോലെ തന്നെ വെളിച്ചവും ഐശ്വര്യവും എല്ലാം തന്നെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സമ്മാനങ്ങളെങ്കിലും അടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.